ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ജീവിതയാത്രയെ സംബന്ധിച്ച് വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പ്രക്ഷുബ്ധമായ കടലിലൂടെ ഭയത്തോടെ വഞ്ചി തുഴയുന്ന ശിഷ്യന്മാരും ആ പ്രതിസന്ധിയുടെ നടുവിലേക്ക് വെള്ളത്തിനു മീതെ നടന്നു വരുന്ന യേശുവും ഇന്നും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രസക്തമാണ്. ഈ സമയം പണ്ടെങ്ങോ വായിച്ച ഒരു കഥ ഓർക്കുന്നു. ഒരിക്കൽ ഒരു കപ്പൽ നടുക്കടലിൽ വെച്ച് ഭീകരമായ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. വലിയ തിരമാലകൾ കപ്പലിനെ വിഴുങ്ങാൻ പാകത്തിൽ ഉയർന്നു പൊങ്ങുന്നു. കപ്പലിലെ യാത്രക്കാരെല്ലാം ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്. മരണം മുഖാമുഖം കണ്ട പലരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ ബഹളങ്ങൾക്കിടയിലും കപ്പലിന്റെ ഒരു മൂലയിൽ വളരെ ശാന്തനായിരുന്ന് ഒരു പുസ്തകം വായിക്കുന്ന ചെറിയൊരു ബാലനെ ഒരാൾ ശ്രദ്ധിച്ചു. ചുറ്റുമുള്ളവരൊക്കെ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ ഈ കുട്ടിക്ക് മാത്രം എങ്ങനെ ഇത്ര ധൈര്യം കിട്ടിയെന്ന് അത്ഭുതപ്പെട്ട് ആ മനുഷ്യൻ കുട്ടിയോട് ചോദിച്ചു, "മകനെ, നിനക്ക് പേടിയില്ലേ? കപ്പൽ ഏതു നേരവും തകർന്നു പോകുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്." ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "ഇല്ല, എനിക്ക് പേടിയില്ല. കാരണം ഈ കപ്പൽ ഓടിക്കുന്ന ക്യാപ്റ്റൻ എന്റെ അപ്പനാണ്. അപ്പൻ എന്നെ അപകടത്തിലാക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്." സഹോദരങ്ങളെ, ഈ കപ്പൽ യാത്രക്കാരെ പോലെയാണ് പലപ്പോഴും നാം. ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന കാറ്റും കോളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകുന്നു. എന്നാൽ ആ ബാലൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയുടെ അമരത്തിരിക്കുന്നത് പ്രപഞ്ചനാഥനായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഏത് കൊടുങ്കാറ്റിനിടയിലും നമുക്ക് ശാന്തരായിരിക്കാൻ കഴിയും. ഇന്ന് നാം ചിന്തിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും പ്രക്ഷുബ്ധമായ കടലിൽ ഭയന്നു വിറയ്ക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് പേടിക്കണ്ട, ഇത് ഞാനാണ് എന്ന് പറഞ്ഞ് കടന്നു വരുന്ന യേശുവിനെയാണ് നാം കാണുക. ഈ വചനഭാഗവുമായി ബന്ധപ്പെടുന്ന ഏതാനും ചില ചിന്തകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒന്ന്, ദൈവ സാന്നിധ്യമില്ലാത്ത യാത്രയുടെ ഭയം. ശിഷ്യന്മാർ വഞ്ചിയിൽ കയറി കടൽ കടക്കുമ്പോൾ അവിടെ യേശു കൂടെ ഉണ്ടായിരുന്നില്ല. ഇരുട്ടു പരന്നു, കടൽ ഇളകി മറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? പ്രാർത്ഥന കുറയുമ്പോഴോ, ദൈവത്തെ മറന്ന് സ്വന്തം ബുദ്ധിയിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുമ്പോഴോ ജീവിതമാകുന്ന കടലിലെ തിരമാലകൾ നമ്മെ ഭയപ്പെടുത്തും. ഇരുട്ടും പ്രതികൂല സാഹചര്യങ്ങളും നമ്മെ തളർത്താൻ ശ്രമിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണെന്ന് നാം തിരിച്ചറിയുക. രണ്ടാമതായി, അസാധ്യമായവയുടെ മേൽ നടക്കുന്ന ദൈവം. ഒന്ന് ഓർത്തു നോക്കിക്കേ, പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് മനുഷ്യന് വെള്ളത്തിനു മീതെ നടക്കാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ പ്രകൃതിക്കും നിയമങ്ങൾക്കും അതീതനായ സർവാധിനാഥനാണ് നമ്മുടെ ദൈവം. ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്ന അതേ തിരമാലകൾക്ക് മുകളിലൂടെ യേശു നടന്നു വരുന്നു. ഇതിനർത്ഥം നമ്മെ ഭയപ്പെടുത്തുന്ന പ്രതിസന്ധികൾ ദൈവത്തിന് കീഴിലാണ് എന്നാണ്. നാം ഭാരപ്പെടുന്ന പ്രശ്നങ്ങൾ അവന് വെറും നടപ്പാതകൾ മാത്രമാണ്. മൂന്നാമതായി, സഭയാകുന്ന കപ്പൽ. ലോകമാകുന്ന സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന സഭയുടെ പ്രതീകമാണ് ഈ വഞ്ചി. സഭയ്ക്കും വിശ്വാസികൾക്കും നേരെ പീഡനങ്ങളുടെയും വെല്ലുവിളികളുടെയും കാറ്റും തിരമാലകളും ഉയർന്നു വന്നേക്കാം. എന്നാൽ യേശു അമരത്തുള്ളിടത്തോളം കാലം ആ കപ്പൽ തകരില്ല. ലോകമെങ്ങും ഉയർപ്പിന്റെ സുവിശേഷം എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. അവസാനമായി, യേശുവിനായി ഒരിടം, ഒരു സ്പേസ് നൽകുന്നവരായി നാം മാറുക എന്നതാണ്. വചനത്തിൽ നാം കാണുന്നു, യേശുവിനെ വഞ്ചിയിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചുവെന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അവനെ ക്ഷണിക്കാം. നമ്മുടെ ഹൃദയത്തിൽ അവനായി ഒരു സ്ഥലം മാറ്റിവെക്കണം. നമ്മുടെ വിശ്വാസമാണ് അവനെ നമ്മുടെ ജീവിതമാകുന്ന കപ്പലിലേക്ക് കൊണ്ടുവരുന്നത്. അവൻ കൂടെയുണ്ടെങ്കിൽ കാറ്റും തിരമാലയും നിലയ്ക്കും എന്നതിനേക്കാൾ ഉപരി ആ കാറ്റിനിടയിലും നാം സുരക്ഷിതരായിരിക്കും എന്നതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, യേശു വഞ്ചിയിൽ കയറിയപ്പോൾ അത് ഉടനെ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായി സുവിശേഷം പറയുന്നു. നമ്മൾ തനിയെ തുഴഞ്ഞാൽ ലക്ഷ്യത്തിലെത്താൻ വൈകും. ഒരുപക്ഷെ വഴി തെറ്റിയെന്നും വന്നേക്കാം. എന്നാൽ യേശുവിനെ കൂട്ടുപിടിച്ചാൽ നമ്മുടെ ജീവിതം കൃത്യമായ ദിശ കണ്ടെത്തുന്നതായി കാണാം. അതുകൊണ്ട് അസാധ്യതകളെ സാധ്യതകളാക്കുന്ന ആ ദൈവത്തിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാം. ഏത് പ്രതിസന്ധിയിലും ഭയപ്പെടാതെ ഞാനാണ്, ഭയപ്പെടേണ്ട എന്ന അവിടുത്തെ സ്വരം കേൾക്കാൻ നമുക്ക് കാതോർക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.